ആണവായുധ ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു സൂചന ഇപ്പോൾ ഇറാനിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിലാണ് ഇറ്റലിയിലെ റോമിൽ വെച്ചുകൊണ്ട് അമേരിക്കയും ഒമാനും തമ്മിൽ നേരിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ആ നേരിട്ട് ചർച്ചയോടനുബന്ധിച്ച് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന അബ്ബാസ് അറാജി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ചർച്ച ഉണ്ടാവില്ല എന്ന തരത്തിലാണ്. എന്നാൽ അതിലേക്ക് ഒമാനെ കൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചു. അത് ഒമാൻ രാജ്യത്തിൽ നിന്ന് മാറിയിട്ട് ഇറ്റലിയിലേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ താല്പര്യം. ആ താല്പര്യത്തിന് പിന്തുണ നൽകുന്നതാണ് ഗുണം എന്നുള്ളത് ഒമാൻ്റെ അഭിപ്രായം. ഇറാൻ അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വിറ്റ്കോഫ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എക്സിൽ ആണവ സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയത്. സമ്പുഷ്ടീകരണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതും ശത്രുപക്ഷത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാകത്തിലുള്ള സംവിധാനമാണ് ഇറാൻ ഒരുക്കുന്നത് എന്ന തരത്തിൽ ഇറാൻ ഏറെ വിമർശിച്ചുകൊണ്ടാണ് ആ പ്രസ്താവന ഇറക്കിയത്. എക്സിൽ കുറിച്ച് ആ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇറാൻ ആണവ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണ്. ആണവ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ആണവ കരാർ വ്യവസ്ഥയൊന്നും ഇറാനുമായിട്ട് ഇപ്പോൾ ലോകരാജ്യങ്ങളാരും ഇല്ല, അമേരിക്കയും തമ്മിലുമില്ല. അങ്ങനെ ആ സമയത്ത് പിന്നീട് മധ്യസ്ഥർ മുഖാന്തരം ഒരു ചർച്ചയാവാം എന്ന് പറയുന്ന സമയത്ത് മാനുഷികപരമായിരിക്കുന്ന പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് ഒമാനിൽ വെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. സെയ്ദ് അൽ ഒവൈസി എന്ന് പറയുന്ന ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന അബ്ബാസ് അറാജിയും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒമാനിൽ വെച്ച് ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തി. അതിനുശേഷം അമേരിക്കയുടെ പ്രതിനിധിയുമായിട്ട് ചർച്ച നടത്തി. ഏറെക്കുറെ സ്വാഗതാർഹമായിരിക്കുന്ന ഒരു ചർച്ചയായിട്ട് തന്നെയാണ് ഇനി പരിഗണിക്കുന്നത്. അതിനൊരു പൂർത്തീകരണം ഉണ്ടാക്കാൻ വേണ്ടി രണ്ടാം ഘട്ടത്തിൽ റോമിൽ വെച്ച് ചർച്ച നടത്താം എന്ന് ഏറെക്കുറെ തീരുമാനിച്ചു. അതിന് ദിവസ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. എന്നാൽ ഇപ്പോൾ അമേരിക്ക സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഇറക്കുമ്പോൾ തങ്ങൾക്കത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കയില്ല എന്നുള്ളതും, അങ്ങനെ വരുന്ന സമയത്ത് വേണ്ടി വന്നാൽ ഇറാൻ ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ചർച്ചയിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 50 വർഷമായി ഇറാനുമായിട്ട് അമേരിക്കയ്ക്ക് ബന്ധമില്ല. നയതന്ത്ര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും ചർച്ചയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു മൂന്നാം കക്ഷിയുടെ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥരെ ഏർപ്പാട് ചെയ്തിട്ടാണ് സാധാരണ ഇതിൽ അമേരിക്ക ഇറാനുമായിട്ട് സംസാരിക്കാറുള്ളത്. ഇറാന് അമേരിക്കയുമായിട്ട് പല ഘട്ടത്തിലും സംസാരിക്കേണ്ട സാഹചര്യങ്ങളോ അവസ്ഥകളോ ഉണ്ടായിട്ടില്ല. ഒബാമ ഭരണകൂടത്തിന് ശേഷം ആദ്യമായിട്ടാണ് ട്രംപ് ഭരണകൂടം ഇറാനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ 2 മണിക്കൂറോളം കഴിഞ്ഞ പ്രാവശ്യം ഒമാനിൽ വെച്ച് ചർച്ച നടത്തി. 2.5 മണിക്കൂറോളം ചർച്ച നടത്തിയതാണ് പറയുന്നത്. ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ആണവായുധത്തിൻ്റെ ചില പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ആ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ തങ്ങൾ അംഗീകരിക്കില്ലെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ പറഞ്ഞതാണ്. സമാധാനപരമായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി ആണവായുധം ഉപയോഗിക്കുന്നത് നിർത്തിവെക്കണം എന്നുള്ളതും അതിന് സാമ്പത്തികപരമായിരിക്കുന്ന സഹായങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന തരത്തിലാണ് അമേരിക്ക പറഞ്ഞത്. തങ്ങളുടെ രാജ്യത്ത് സമാധാനപരമായിരിക്കുന്ന ഊർജാവശ്യത്തിന് വേണ്ടിയിട്ട് ആണവായുധം ഉപയോഗിക്കുന്നത് നിർത്തിവെക്കുക എന്നുള്ളത് പരമാധികാരമായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് നേരെ വരുന്ന കയ്യേറ്റമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിന് അംഗീകാരം നൽകുകയില്ല എന്നുള്ളതും, നിലവിൽ ആണവായുധം ഉണ്ടാക്കാത്ത രീതിയിലുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ മധ്യസ്ഥരുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്നല്ലാതെ അത് പൂർണ്ണമായ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശപ്രകാരം അത് അംഗീകരിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കുന്ന കാര്യമാണ്. ഈ തരത്തിൽ ഒരു യോജിപ്പില്ലാത്ത നിലപാടുകൾ തന്നെ ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും കർക്കശമായിരിക്കുന്ന നടപടി എടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാതെ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് പറഞ്ഞ കാര്യം, മുൻപ് എങ്ങനെയാണോ ഇറാഖിനെ കൈകാര്യം ചെയ്ത് ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇറാനെ എന്ന് ട്രംപ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരുന്നു. അതിന് മറുപടിയായിട്ട് പറഞ്ഞു, നിങ്ങൾ ഉക്രൈനിലേക്ക് നോക്കൂ, ഉക്രൈനിലും റഷ്യയും ചെയ്യുന്ന യുദ്ധത്തെക്കുറിച്ച് നോക്കൂ, ആരാണ് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടേക്ക് നോക്കൂ, പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം, ആരാണ് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ കീഴടക്കാം എന്നുള്ള ആ ധാർഷ്ട്യമൊന്നും ഇങ്ങോട്ട് വരണ്ട. യുദ്ധത്തിന് പകരം യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ്. മാത്രമല്ല ഇറാഖിനെ പോലെയല്ല ഇപ്പോൾ ഇറാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാഖിനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിരുന്നു, മറ്റാരും സഹായിക്കാൻ വേണ്ടി ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ വന്നിരുന്നു. ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം മറ്റ് റഷ്യക്കുണ്ട്, ചൈനക്കുണ്ട്, കൊറിയക്കുണ്ട്.
മറ്റേതെങ്കിലും രാജ്യങ്ങളുണ്ടോ എന്നുള്ളത് ഇപ്പോഴും പരസ്യമായിട്ടില്ല എന്നല്ലാതെ പല രാജ്യങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കാരണം പ്രതിസന്ധി ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാനെ സഹായിക്കുമെന്ന് ഇതിൻ്റെ ഇടയിൽ തുർക്കി പറഞ്ഞിരുന്നു. തുർക്കി രണ്ടാം ലോക യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത വലിയ സൈനിക ശക്തിയും ബലവുമുള്ള രാജ്യമാണ്. അങ്ങനെ ഒരു മേഖലാ യുദ്ധത്തിനപ്പുറം ഒരു മഹായുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമോ എന്നുള്ളൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് എന്നതിനാലും ചെങ്കടലുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാത്തതിൻ്റെ നാണക്കേട് ഉണ്ട് എന്നതിനാൽ ഇറാനുമായിട്ട് നേരിട്ടൊരു യുദ്ധം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മണ്ടത്തരമായിരിക്കും എന്നുള്ളിടത്തേക്ക് തന്നെയാണ് കാര്യമെത്തുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഒരു ഭയപ്പാടോ ഈ അമേരിക്കയുടെ നിലപാടിന് എതിരെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പേടിയോ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇറാൻ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും പറയുകയില്ല. അവർ തുടർന്ന് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ നയങ്ങളും നിലപാടുകളും സമീപനവും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. തങ്ങളുടെ രാജ്യത്തിലുള്ള ആഭ്യന്തരപരമായിരിക്കുന്ന നിയമ വിഷയത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റു രാജ്യത്തെയും ഇടപെടിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും ഉണ്ട്. അത് അമേരിക്ക എന്നല്ല, ലോകത്തിലെ ഏത് ശക്തിയുള്ള രാജ്യങ്ങൾ ഇടപെട്ടാലും തങ്ങളത് അംഗീകരിക്കുകയില്ല എന്നുള്ള നിലപാട് ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനേയി വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഉപദേശിക്കാനോ നിർദ്ദേശിക്കാനോ ആധിപത്യം സ്ഥാപിക്കാനോ അടിമ വംശം സ്ഥാപിക്കാനോ ഇറാൻ്റെ നേരെ വരരുത്, അത് വലിയ രീതിയിലുള്ള തിരിച്ചടി നിങ്ങൾക്കുണ്ടാവും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഈ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് ഏത് തരത്തിലും തയ്യാറാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ പ്രയാസം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇറാനിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞത് നേരിട്ട് കൊണ്ടുള്ള ചർച്ചയാണ് റോമിൽ വെച്ച് നടത്തേണ്ടത് എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോഴാണ്, എന്നാൽ ഒമാനെ മധ്യസ്ഥതാക്കിയിട്ട് ചർച്ചയാവാം, ഞങ്ങൾക്കതിന് വിരോധമില്ല, സമാധാനപരമായിരിക്കുന്ന വിഷയങ്ങളാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആ താല്പര്യം കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒമാൻ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി വീണ്ടും തീരുമാനിച്ചപ്പോൾ രണ്ടാം ഘട്ടത്തിലും അമേരിക്കയുടെയും ഇറാൻ്റെ വിഷയത്തിൽ ഒമാൻ മധ്യസ്ഥത വഹിക്കുമെന്ന് ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ധിക്കാരപരമായിരിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് എതിർക്കപ്പെടുന്നത് ഞങ്ങൾക്ക് സാരമായിട്ട് ബാധിക്കും എന്നതിനാൽ അമേരിക്കയുമായിട്ട് പറയപ്പെട്ട കരാർ വ്യവസ്ഥ പ്രകാരമുള്ള ഈ ചർച്ച വേണോ വേണ്ടേ എന്നുള്ളത് ഒന്നുകൂടി ഞങ്ങൾക്ക് തീരുമാനിക്കേണ്ടി വരും എന്ന രീതിയിലൊക്കെ അബ്ബാസ് അറാജി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ തുടർച്ച ഏത് തരത്തിലുണ്ടാവും എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും അടുത്ത ശനിയാഴ്ചയോടുകൂടി എന്തായിരിക്കും നിലപാട് എന്നുള്ളതും എന്തായിരിക്കും സമീപനം എന്നുള്ളതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് നിലപാടാണ് ഇറാൻ എടുക്കുക എന്നുള്ളതും ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ്.